ഇത് പറഞ്ഞുതരാം കേട്ടോളി. ഫ്രീ ആയിട്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ സലാസുൻ, 3 കാര്യം. മൻ കുന്ന ഫീഹി, ആ 3 ഗുണങ്ങൾ അവരിലുണ്ടോ, അദ്ഖലഹുമുല്ലാഹു അൽ ജന്ന ബിലാ ഹിസാബ്. അല്ലാഹു വിചാരണയില്ലാതെ സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുമത്രേ. 3 ഗുണങ്ങൾ ആരിലുണ്ടോ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകാം. അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആഗ്രഹമുണ്ടോ? ഞാൻ ക്ലൂ തരാം, വേണമെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചോ. 1, തുഴ്ത്തി മൻ ഹറമക, നിനക്ക് തരാത്തവർക്ക് നീ അങ്ങോട്ട് കൊടുക്കണേ. 2, വതസിലു മൻ ഖതഅക, നിന്നോട് മുറിച്ച് വിട്ട് ജീവിക്കുന്നവരെ അങ്ങോട്ട് പോയി നീ ചേർത്ത് പിടിക്കണേ. 3, വതഅഫു അമ്മൻ ളലമക, നിന്നോട് അതിക്രമവും അക്രമവും പ്രവർത്തിക്കുന്നവർക്ക് നീ വിട്ട് വീഴ്ച ചെയ്ത് മാപ്പാക്കി കൊടുക്കണേ. ഈ 3 കാര്യങ്ങൾ ആരുടെ സ്വഭാവമാണോ അല്ലാഹു വിചാരണയില്ലാതെ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വേണമെങ്കിൽ ചെയ്താൽ മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫ്രീയാ അല്ലേ ഈ 3 കാര്യം. അവൻ ഇങ്ങോട്ട് വരട്ടെ, സലാം. ഞാൻ സലാം, എൻ്റെ ഉപ്പുപ്പാടെ കാലത്തുള്ളവനാണ് ഞാൻ അവന് സലാം പറയാതെ. അവൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടാ, ഞാനാണ് സലാം പറഞ്ഞേ. നബിയുടെ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം. നബിയുടെ സ്വഭാവം ഞാൻ പറയണം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ ലഖിയഹു യബ്ദഉ ബിസ്സലാം വയബ്ദഉ ബിൽ മുസാഫഹ. നബി തങ്ങളുടെ മജ്ലിസാണല്ലോ. നബിയുടെ 1-2 സംഭവം ഞാൻ പറയാം, കേട്ട്. ഹദീസ എടുത്തു വെച്ച് നോക്കിയോ, കിതാബ് അടിച്ചു നോക്ക്, മൊബൈൽ അടിച്ചു നോക്ക്, ഇപ്പം എല്ലാം കാണാൻ കറക്റ്റ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൻ ലഖിയഹു യബ്ദഉ ബിസ്സലാം, ആരാണോ അല്ലാഹുവിൻ്റെ റസൂല് ആരെ ആദ്യം കാണുന്നോ സലാം കൊണ്ട് നബി തങ്ങൾ തുടങ്ങും. ഇങ്ങോട്ട് എഴുതണം, അസ്സലാമു അലൈക്കും യാ അബൂബക്കർ, അസ്സലാമു അലൈക്കും യാ ഉമർ, അസ്സലാമു അലൈക്കും യാ ഹബീബി. അങ്ങോട്ട് അറബികളുണ്ടല്ലേ, അറബികളുടെ സ്വഭാവം അതല്ലേ. ഏതണ്ട അടകുടം ചെമ്മാൻ ചെരുപ്പ് കുത്തി ചാത്തപ്പനാവട്ടെ, അച്ചായനാവട്ടെ, ഔസേപ്പാവട്ടെ, ആദമാവട്ടെ, അസ്സലാമു അലൈക്കും യാ ഹബീബി കൈഫൽ ഹാൽ അഖ്ബാറക് ശലൗന തയ്യിബീൻ. അറബികളുടെ ആ ഒരു സംസാരം കണ്ട ആരും ആവട്ടെ, ഫോൺ എടുത്താൽ ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു കൈഫ ഹാലക് യാ ശൈഖ് കൈഫ ഹാലക് യാ അഖീ. അച്ചായനായിരിക്കും, ആ പറ അർബാബ് സലാം സലാം സലാം. എന്നാലും അവൻ്റെ ആ അറബിയുടെ ആഗ്രഹം എന്താ, ഒരു സലാം പറയണമെന്നുള്ളതാണ്. അഫ്ഷുസ്സലാം ബൈനക്കും, നമ്മുടെ കൽബുകൾ അടുക്കും സലാം പറയുമ്പോൾ. എപ്പോഴും നമ്മൾ നമുക്ക് നബിതങ്ങൾ വെച്ചിരിക്കുന്നൊരു മെസ്സേജ്, ഇത് നബിതങ്ങൾ പറഞ്ഞെന്നല്ല ഈ സലാം, സ്വർഗത്തിൽ നിന്നാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹ് സൃഷ്ടിച്ചിട്ട് ഇതാ അപ്പുറത്തെ കസേര കുറേ പേരിരിക്കുന്ന പോലെ അവിടെ കുറച്ച് മലക്കൾ ഇരിപ്പുണ്ടായിരുന്നു. ആദം നബിയുടെ അള്ളാഹ് പറഞ്ഞു, ഇതോ അവിടെ കുറച്ച് മലക്കൾ ഇരിപ്പുണ്ട്, അങ്ങോട്ട് പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഫഖുൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറപ്പോ, ഫഖുൽ അസ്സലാമു അലൈക്കും. അപ്പോൾ മലക്കളെല്ലാം കൂടെ അങ്ങോട്ട് പോയി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അലൈക്കും അസ്സലാം എന്ന് മറുപടി പറഞ്ഞു. തിരിച്ചു വന്നു ആദം നബി, എന്താ കണ്ടോ? ആ കണ്ട്. എന്താ പറഞ്ഞു? ഞാൻ അസ്സലാമു അലൈക്കും പറഞ്ഞപ്പോൾ അവർ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. ഹാദിഹി തഹിയ്യതുക വതഹിയ്യതു ദുർരിയ്യതിക യാ ആദം. ആദം, ഇതാണ് നിന്റെയും നിന്റെ സന്താന പരമ്പരകളുടെയും അഭിവാദ്യം. അള്ളാഹ് സ്വർഗത്തിൽ വെച്ച് പഠിപ്പിച്ചു കൊടുത്താണ്, അല്ലാതെ ഞാനോ നിങ്ങളോ ഒന്നും പഠിപ്പിച്ചല്ല ഇത്. ഹദീസ് എടുത്ത് വെച്ച് നോക്ക്, ഞാൻ പറഞ്ഞുതരാം. സലാം, അതുകൊണ്ടാണ് ആ സ്വർഗത്തിന്റെ പേരെന്താ? ദാറുസ്സലാം. സ്വർഗത്തിന്റെ പേര് വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം. അല്ലാഹു നമ്മളെ വിളിക്കുന്നത് ആ ദാറുസ്സലാമിലേക്ക് പോകാനാണ്. എൻ്റെ പേര് ദാറുസ്സലാം എന്നാണ്. ആ ദാറുസ്സലാം മദ്രസ, ദാറുസ്സലാം വീടിൻ്റെ പേരൊക്കെ ദാറുസ്സലാം എന്നൊക്കെ വെക്കുന്നത് സ്വർഗത്തിൻ്റെ പേരാണ് ദാറുസ്സലാം. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം. അതുകൊണ്ടല്ലേ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന ദുആ ചെയ്യുന്നല്ലേ, അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അദ്ഖിൽനാ ബിറഹ്മതിക റബ്ബനാ ദാറക ദാറസ്സലാം. ദുആ ചെയ്യുന്നത് എന്തിനാ? ഇല്ലേ, ശരിയല്ലേ? അല്ലെങ്കിൽ പറഞ്ഞോണം ഇവിടെ വെച്ച്, പിന്നെ പറയരുത്.
അയാൾ ചുമ്മാ തള്ളിയിട്ട് പോയെന്ന് പറയരുത്. ഓഹ്, ഈ തള്ള് നീപ്പിയുടെ ഒരു തള്ളൊക്കെ വല്ലാത്തൊരു തള്ളായി പോയല്ലോ. ഞാനതുകൊണ്ടാണ് പിറകോട്ട് മാർക്ക് മുറുക്കി പിടിച്ചിരിക്കുന്നത്. അത് ധൈര്യമായിട്ട് ഉസ്താദ് പറയണം. ഞാൻ എന്തെങ്കിലും തെറ്റാണ് ഇവിടെ വെച്ച് പറയുന്നതെങ്കിൽ പോകുന്നതിന് മുമ്പ് പറയണം, ഇല്ലേ? എന്നാലേ എനിക്ക് തിരുത്തി കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് സ്വർഗത്തിൽ നിന്നോട്ടാണ്. അപ്പോൾ ആ ദാറുസ്സലാം എന്ന പേര് അതാണ്. അതുകൊണ്ടാണ് നിസ്കാരം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ ഭാഗത്തുള്ള മുഴുവൻ മലക്കുകൾക്ക്, സ്വാലിഹീങ്ങൾക്ക്, സ്വാലിഹാത്തുകൾക്കെല്ലാം സലാം ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ ഭാഗത്തുള്ള മുഴുവൻ സ്വാലിഹീങ്ങൾക്കും മലക്കുകൾക്കും എല്ലാവർക്കും സലാം പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് പള്ളികളിൽ ഈ സലാം പറഞ്ഞ് സന്തോഷിച്ചിട്ടാണ് നമ്മൾ ഈ അടിയും വഴക്കം ഉണ്ടാക്കുന്നത്. എത്ര വലിയ വാക്കം. നമുക്കിടയിലുള്ള ഏറ്റവും വലിയൊരു മെസ്സേജ് അതാണ് സലാം. സലാം എന്നുണ്ടെന്നറിയോ? നിനക്ക് സൗഖ്യം. അതിനകത്ത് ഈ സലാം എന്ന് മാത്രം ഒരു വിഷയം പോയി ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസത്തെ പ്രസംഗം 2 മണിക്കൂർ പ്രസംഗിക്കണം. അസ്സലാമു അലൈക്കും, സലാം എന്നുകൊണ്ട് മാത്രം. യാ സലാം, അറബികളെ വിളിക്കുന്നതല്ലേ യാ സലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഭയങ്കര അർത്ഥമാണ്. കമ്മ്യൂണിസ്റ്റുകാർ വരും ലാൽ സലാം. ചെറിയ കാര്യമല്ല അത്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ലാൽ സലാം? സലാം എന്നുള്ളത് അറബി വാക്കാണ്. അത് സലാമത്ത് ഉണ്ടാവാൻ വേണ്ടിയാണ് വിളിക്കുന്നത് ലാൽ സലാം. സലാമാണത്, അറബി വാക്ക, മലയാളമൊന്നുമല്ല അത്, ഖുർആനായത്താ അത്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സലാം. അതുകൊണ്ടാണ് കൈ കൊടുക്കും അസ്സലാമു അലൈക്കും, നിനക്ക് സമാധാനം. ഒരു രോഗിയെ കാണാൻ പോയാൽ സലാമതക് സലാമതക് ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ്. അല്ലാഹ് നിനക്ക് സലാമത്ത് തരട്ടെ, ആരോഗ്യം തരട്ടെ, ഇൻഷാ അല്ലാഹ് എത്രയും വേഗം നിന്റെ രോഗശിഫയാക്കി തരട്ടെ. നമ്മൾ പറയുന്നത് നോക്കണം, സലാമത്ത്. അറബികൾ പറയും സലാമത്തക്ക സലാമത്തക്ക. അപ്പം അതുകൊണ്ട് സലാം ഒരു വലിയ കാര്യമാണ്, ചെറിയ കാര്യം അല്ലാതെ. അതിൽ നിന്ന് ആ സിൽമിൽ നിന്ന് വന്നാണ്. അതാണ് ഇസ്ലാം, അതിൽ നിന്ന് വന്നാണ് സിൽമ്. ഇസ്ലാം, മുസ്ലിം, ഇതൊക്കെ ഇതിൽപ്പെട്ടതാണ്. ഈ സലാം ഓപ്പറേഷൻ ചെയ്ത് അതിൽ നിന്ന് ഓരോ അംഗത്തെ എടുത്തതാണ് ഇസ്ലാം, മുസ്ലിം, അസ്സലാമു അലൈക്കും, സിൽമ്, സ്നേഹം, ഔദാര്യം, സലാം, ഇതെല്ലാം അതിൽ നിന്നാണ്. അത് ഓപ്പറേഷൻ ചെയ്തെടുത്താണ് സംഭവം. അതാണ് സംഭവം. അതുകൊണ്ടാണ് സലാം പറയണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങോട്ട് പോയി സലാം പറയണം, ഇങ്ങോട്ട് നോക്കി നിൽക്കരുത്. അങ്ങോട്ട് പറയുന്നവർക്കാണ് കൂലി കൂടുതൽ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10 നന്മ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ 20 നന്മ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ 30 നന്മ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അസ്സലാമു അലൈക്കും. അതുകൊണ്ട് നിർത്തരുത്. നമ്മളൊക്കെ അങ്ങനെ അല്ലേ അസ്സലാമു അലൈക്കും, അലൈക്കും അസ്സലാം, തീർന്നു. 10, 20 കിട്ടിയുള്ളൂ. അത് മതിയോ? ഫ്രീ ആയിട്ട് കിട്ടുന്നത് വാങ്ങപ്പാ. ചുമ്മാ ലുലു മാൾ എന്താ ഫ്രീ കൊടുക്കുമെന്ന് പറഞ്ഞ് പെണ്ണുമ്പിള്ളയും കളഞ്ഞ്, മക്കളെയും കളഞ്ഞ്, കുടുംബവും ഗോത്രവും കഴിഞ്ഞ്, പടച്ചവനെ ഫർള് നിസ്കാരവും സുന്നത്ത് നിസ്കാരവും എല്ലാം കളഞ്ഞിട്ട് അവിടെ പോയി കിടന്ന് കത്തി മുടിച്ച് കിടന്ന് ഫ്രീ ആയിട്ട്. എന്തോ ഫ്രീ ആയിട്ട് കിട്ടാൻ? ഞാൻ പിന്നെ നെറ്റ് അടിച്ച് നോക്കിയപ്പോൾ അതിനേക്കാളും ഫ്രീ ആയിട്ട് നെറ്റിൽ അതേ സാധനം കിട്ടുന്നു. വെറുതെ അവിടെ പോയി ക്യൂ നിന്ന് വേസ്റ്റായി പോയല്ലോ എന്ന് ആലോചിക്കാം. അതേപോലെ അത് നമ്മൾ ഫ്രീ കിട്ടാൻ വേണ്ടി ഇത്ര ആവേശം കാണിക്കുന്നെങ്കിൽ ആഖിറത്തിലേക്ക് കുറച്ച് ഫ്രീ കിട്ടുന്ന സാധനം നിങ്ങളിന്ന് വാങ്ങി വയ്ക്കാത്ത എന്ത്? എന്തേ വാങ്ങി വയ്ക്കാത്തത്? ആർക്കെങ്കിലും എതിരുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളാർക്കും സലാം പറയുമ്പോൾ പെട്ടെന്ന് അറബികളല്ല സ്പീഡിൽ പറയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറുപടി അങ്ങനെ തന്നെ പറയാവൂ. നമ്മൾ അസ്സലാമു അലൈക്കും, അലൈക്കും അസ്സലാം. പെണ്ണുങ്ങളെ കാണുമോ അസ്സലാമു അലൈക്കും, സലാം മാറ്റി കാമുകി എടുത്ത് സലാം പറഞ്ഞ അസ്സലാമു അലൈക്കും, അലൈക്കും അസ്സലാം. കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോയി മോനെ. സലാമൊക്കെ കോലമൊക്കെ മാറിപ്പോയി. അതൊക്കെ പണ്ടാണ്, എല്ലാം മാറിപ്പോയി. അല്ലാ, അത് വെച്ച് കളിക്കുന്ന ഒരു കാലം. അത് ദുആയാണിത് കേട്ടോ, കളിക്കരുത്. ദുആയാണ്. ആര് സലാം പറഞ്ഞാലും മുഴുമയോടുകൂടി പറയും. വൈദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ. നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരാൾ സലാം പറഞ്ഞാൽ അതിനെക്കാട്ടിൽ നല്ല രീതിയിൽ മടക്കി അങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു അങ്ങനെ പറയും. അങ്ങനെ തന്നെ മറുപടി അങ്ങോട്ട് കൊടുക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ആരെ കാണുന്നോ അങ്ങോട്ട് സലാം പറയും. വയബ്ദഉ ബിൽ മുസാഫഹ. നബി തങ്ങൾ അങ്ങോട്ട് കൈ കൊടുക്കും. അത്രേ. നബി തങ്ങൾ അങ്ങോട്ട് കൊടുക്കും കൈ. 2 കൈയും ചേർത്ത് പിടിക്കണം.
അഭിപ്രായങ്ങളുണ്ട്. രണ്ട് കൈ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കൈയും കൊടുക്കുന്നവൻ്റെയും വാങ്ങുന്നവൻ്റെ കൈയാണെന്ന് അഭിപ്രായമുണ്ട്. ഇതുകൊണ്ട് ഏതുവാകട്ടെ രണ്ട് കൈയായി സഫ്ഹത്തൈൻ, രണ്ടുപേരുടെയും സഫ്ഹ. ഇപ്പം ഈ കൈ കൊടുക്കുന്നതിനും മറ്റേ യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ വാട്സാപ്പിൽ നിന്ന് എംബ്ലം എടുത്തിട്ട് കൈ കൊടുക്കുന്നത് അങ്ങോട്ടും ഇട്ട് കൊടുക്കും. അല്ലാതെ കൈ കൊടുപ്പില്ല, കൈ കൊടുക്കൂല. കൈകൾ തമ്മിൽ ചേർത്ത് പിടിച്ചെങ്കിൽ കൽബുകൾ തമ്മിൽ അടുക്കുള്ളൂ. അതറിഞ്ഞൂടെ? ഹദീത്ത് പറഞ്ഞു തരാം. അതിനാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൈ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞത്. നമ്മുടെ ഭാര്യയുടെ കൈക്ക് പിടിച്ച് എത്ര ദിവസമായി ഒന്ന് ചോദിച്ചു നോക്ക്. ഇപ്പോൾ കട്ടണം മാറ്റി ഇപ്പോൾ പറയും ഉസ്താദെ 7 വർഷമായി കാണും അയാൾ എൻ്റെ കൈക്ക് പിടിച്ചിട്ട്. പിന്നെ ഒന്ന് പിടിച്ചു കിടക്കി, എന്നെ 2 ഇടിയിടിക്കാൻ വേണ്ടി പിടിച്ചായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുമ്മ അഖദ ബികഫിഹ, നീ നിന്റെ ഭാര്യയുടെ കൈക്ക് കയറി പിടിച്ചാൽ ഇങ്ങനെ പിടിക്കണം. തസാഖത്തത് ദുനൂബുഹുമാ മിൻ ഖിലാലി അസ്വാബിഇഹിമാ, ഇവരുടെ 2 പേരുടെ കൈ വിരലുകൾക്കിടയിലൂടെ പാവങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് നബീന റസൂലുള്ളാഹി. ഫ്രീ ആയിട്ട് പാവം ഡിലീറ്റ് ആക്കാൻ ഒരേ ഒരു വഴി, വാത് കഴിഞ്ഞ് പോകുമ്പോൾ ഭാര്യയുടെ കൈക്ക് പിടിച്ച് സൂറ ചേർന്ന് നില്ലടി പാവം, നമുക്ക് അറിഞ്ഞൂടായിരുന്നു ഇത്രയും നാൾ, നീ പൊരുത്തപ്പെട്ടിരണം കേട്ടോ. വല്ലവൻ്റെയും കെട്ടികളെ കയറി പിടിച്ചേക്കല്ലേ. നമ്മുടെ സ്വന്തം ഭാര്യയുടെ കൈ കയറി പിടിച്ച് സന്തോഷമായിട്ട് റോഡിൻ്റെ സൈഡിൽ കൂടെ കൊണ്ടുപോയില്ല ഉസ്താദെ. കാറിൽ വന്നവരാണെങ്കിൽ അവളെ ഫ്രണ്ട് സീറ്റ് ഇരുത്തിയിട്ട് ആ കൈയെടുത്ത് ഗിയർ ലിവറിൻ്റെ മുകളിലോട്ട് എടുത്ത് വേ, എന്നിട്ട് ഫസ്റ്റ് ഇങ്ങോട്ടാണ് കേട്ടോ, സെക്കൻഡ് ഇങ്ങോട്ട്, തേർഡ് ഇങ്ങോട്ട്. എൻ്റെ പൊന്നിക്ക എത്ര വർഷമായിട്ട് ഈ കാറിൽ കയറിയിട്ട് ഇന്ന് വരെ എൻ്റെ കൈ ഇങ്ങനെ എടുത്ത് വെച്ചെന്ന് പറഞ്ഞു തന്നില്ലല്ലോ. എത്ര വർഷമായി. എന്നാ ഉസ്താദ് വന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇത്. ഇനിയും ഒരുപക്ഷെ എൻ്റെ പെണ്ണുങ്ങളെ നിങ്ങളുടെ അടുത്ത് ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ഇക്ക എങ്ങനെ ഇക്ക ഗിയറിടുന്ന ഒന്ന് കൈകെട്ടി വെച്ചെന്ന് പഠിപ്പിച്ചേക്ക. ഇതിപ്പം നമ്മുടെ താത്താമാർ കാറ് പഠിക്കാൻ വേണ്ടി ആശാൻ്റെ അടുത്തൊക്കെ പോകും. ബർക്കത്തായിട്ട് ആശാൻ കൈയുടെ മോളി വെച്ചിട്ട് മോളെ അങ്ങോട്ട് പിടി മോളെ, ഇങ്ങോട്ട് പിടി മോളെ, അങ്ങനെ തിരി മോളെ, ഇങ്ങനെ തിരി മോളെ. ഇല്ലേ റാഹത്തായിട്ട് ആശാൻ ആ സുന്നത്ത് മൊത്തം ഹയാത്താക്കിയിട്ട് ഇവിടത്തുള്ളു. ആശാൻ ആ ഭാഗ്യം കിട്ടി, വല്ലാത്ത ഭാഗ്യം തന്നെ. ഇങ്ങനെയൊക്കെ പിടിച്ച് കായുടെ പാവം എല്ലാം പൊറുക്കും അതോടുകൂടി. പെണ്ണുങ്ങളെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ വിടണം, അവർ വിടണം. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ താത്താമാരെ തലയിൽ തുണിയിട്ട് ആശാൻ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് വണ്ടി ഓടിക്കുന്നത്. നമുക്കിത് കണ്ടിടാൻ പിടിക്കുമോ? നമുക്കിത് കണ്ടാൽ പിടിക്കുമോ? അത് പാടില്ലല്ലോ. അതവിടെ മുസ്ലിം പെണ്ണുങ്ങളെ മുസ്ലിം ഡ്രൈവിംഗ് ക്ലാസ്സിൽ വിടണം, ഇല്ലയോ? അതാണ് വേണ്ടത്. നമ്മൾ അവരെന്തിനാണ് വിടാൻ പോകുന്നത്? ഞാൻ ഒരു കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ആ കൈ പിടിച്ചിട്ട് അവൾ ഗിയർ ലിവറിൽ ആശാൻ വെച്ച് കൊടുക്കും. അതാണ്ട് ആ കൈ ഇങ്ങോട്ട് എടുത്ത് പോയി നല്ല പൊസാന്നിരിക്കും. അയാൾക്ക് ഗിയർ എങ്ങോട്ടാണ് വീഴുന്നത് അയാൾക്ക് തന്നെ അറിഞ്ഞൂടാ സംഭവം. കാലം അങ്ങനെ ഹബീബേ, കാലം അങ്ങനെയാണ്. അല്ലാ പടച്ചവൻ കാട്ടെ. ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്ക് ചിരിയും വരും, വിഷമവും വരും ഒരുപാട്. ഞാനീ പറയുന്നത് ഹക്കേ കണ്ടതേ പറയുള്ളൂ കേട്ടോ. ഞാൻ ഇൽമിൻ്റെ മജ്‌ലിസിൽ പറയാണ്. ഞാൻ വെറുതെ ചിരിക്കാനും വേണ്ടിയൊന്നും ഞാൻ പറയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ കുറിച്ച് വയ്ക്കും. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ പറയും. എവിടെ സ്ഥലമൊന്നും പറയില്ല, അതേ ഞാൻ പറയുള്ളൂ. കാരണം അള്ളാഹുവിൻ്റെ മുന്നിൽ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു കള്ളമാണെങ്കിലും പറയാൻ പാടില്ല. ആളുകൾ ചിരിക്കാൻ വേണ്ടി ഒരു തമാശയ്ക്ക് ഒരു കള്ളം പറയുന്നവന് നരകമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വൈലുൽ ലിമൻ യുഹദ്ദിസു ലിയുൽഹികൽ ഖൗമ വൈലുൽ ലഹു വൈലുൽ ലഹു വൈലുൽ ലഹു. 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞ് ചിരിപ്പിച്ചാൽ 3 പ്രാവശ്യം നബി തങ്ങൾ പറഞ്ഞു അവന് നരകം. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരിക്കലും ഞാൻ ഇന്നത്തെ സാഹചര്യം പറഞ്ഞതാണ്. അപ്പോൾ ഒരു നർമ്മത്തിലൂടെ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്കും ചിരിക്കുമ്പോൾ ഉറക്കവും വരില്ല, നിങ്ങൾ ചിരിക്കുന്ന കാണുമ്പം എനിക്കും സന്തോഷം ഉണ്ടാവും. ഇല്ല ഉസ്താദെ? നിർത്താറായോ? അല്ല ഉസ്താദിനെ സുബഹിസ്കരിപ്പിക്കണ്ടേ? പ്രാസംഗികന്മാർക്കൊന്നും സുബഹില്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പം നമ്മുടെ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നബി തങ്ങളുടെ ഷമായിലാണ്. നബി തങ്ങളുടെ ആ പരിശുദ്ധമായ മുബാറക്കായ മാസത്തിൽ നമുക്ക് നബി തങ്ങളുടെ സ്വഭാവം ഇതായിരുന്നു. അങ്ങോട്ട് സലാം പറയും, കൈ കൊടുക്കും. അപ്പോൾ ഈ കൈകൾ തമ്മിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്നേഹം, ആ ഒരു ബന്ധം, അതാണ്
കാന യബ്ദഉ മൻ ലഖിയഹു ബിസ്സലാം വമാ അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലുൻ ബിയദിഹി ഫയുർസില യദഹു ഹത്താ യുർസിലഹുൽ ആഖർ. ആരെങ്കിലും നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ കൈക്ക് വന്ന് മുസാഫഹത്ത് ചെയ്ത് കൈയൊന്ന് ചേർത്ത് പിടിച്ചാൽ അല്ലാഹുവിൻ്റെ റസൂൽ വമാ അഖദ റസൂലുള്ളാഹി യദഹു, അല്ലാഹുവിൻ്റെ റസൂൽ കൈ വലിക്കൂല ഹത്താ യുർസിലഹുൽ ആഖർ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൈ പിടിച്ചവൻ കൈ വലിക്കുന്നത് വരെ നബി തങ്ങൾ അങ്ങനെ തന്നെ കൈവച്ചു കൊടുക്കുമത്രേ. ആരെങ്കിലും നബി തങ്ങളെ മുസാഫത്ത് ചെയ്യാൻ വന്നാലേ കൈ വെച്ചു കൊടുക്കും. എന്നിട്ട് അദ്ദേഹം കൈ എടുക്കുന്നവരെ നബി അങ്ങനെ വെച്ചു കൊടുക്കും. നമുക്ക് സമയമില്ല, പെട്ടെന്ന് പെട്ടെന്ന് പോ സ്പീഡിൽ കൈ പിടിച്ചിട്ട് അങ്ങ് പോവാണ്. നബി തങ്ങൾ അങ്ങനെ തന്നെ വെച്ചു കൊടുക്കും. അതായിരുന്നു നബിയുടെ ശൈലി. ഒരാൾ ഒരു രഹസ്യം നബി തങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ച് നബിയുടെ അരികിലേക്ക് വന്നാൽ അള്ളാന്റെ റസൂല് ചെവി താഴ്ത്തി കൊടുക്കുമത്രേ. ആ രഹസ്യം പറയുന്ന വ്യക്തി അദ്ദേഹം തലയെടുത്തിട്ടല്ലാതെ അള്ളാന്റെ റസൂല് ചെവി മാറ്റുമായിരുന്നില്ല. പറഞ്ഞോ എന്നും പറഞ്ഞ് നബി ഇങ്ങനെ വെച്ചോണ്ടേ ഇരിക്കുന്നു. നമ്മളാണെങ്കിലോ എന്താ ശരി ഓക്കെ പിന്നെ റെഡി. ഒരാൾ പറയുന്നത് മുഴുവൻ നബി കേട്ടിട്ട് ആ ചെവി മാറ്റുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ശതമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശതീമത്തിൻ, ഒരാളെ നബി തങ്ങൾ ചീത്ത വിളിച്ചിട്ടില്ല. ഒരാളെ നബി തങ്ങൾ ചീത്ത വിളിച്ചിട്ടില്ല, തെറി പറഞ്ഞിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. മാ ലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ഖത്ത് വലാ ഇംറഅതൻ വലാ ഖാദിമ ഇല്ലാ യുജാഹിദ ഫീ സബീലില്ലാഹ് വമാ നീല മിൻഹു ഷൈഉൻ ഫയൻതഖിമ മിൻ സാഹിബിഹി ഹത്താ യുൻതഹക ഷൈഉൻ മിൻ മഹാരിമില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു ഭൃത്യനെയോ ഒരു പെണ്ണിനെയോ ഭാര്യയെയോ ആരെയും അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൈ കൊണ്ട് അടിച്ചിട്ടേയില്ല. ഒരാളോട് പോലും അല്ലാഹുവിന്റെ റസൂൽ പ്രതികാര നടപടി സ്വീകരിച്ചിട്ടേയില്ല. ഒരാളെയും അല്ലാഹുവിന്റെ റസൂല് തെറി പറഞ്ഞ ചരിത്രമേ ഇല്ല. ചീത്ത വിളിച്ചില്ല. നബിയുടെ അനുയായികളാണെങ്കിൽ ഇതൊന്നും പാടില്ല. അതാ പറഞ്ഞു വന്നതർത്ഥം. അതാ പറഞ്ഞത് മാ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലഅനത്തിൻ ലൗല അൻദഹും യാ റസൂലല്ലാഹ്, നബി തങ്ങളെ ഇടിച്ചവർ, വേദനിപ്പിച്ചവർ, തെറി പറഞ്ഞവർ ലഖദ് ഉത്തിയ ലഹറുക് വ ഉദ്മിയ വജ്ഹുക് വ കുസ്റതു റുബാഇയതുക്, നബി തങ്ങളുടെ പല്ലിടിച്ചു കൊഴിച്ചവര്, മുഖത്തടിച്ചവര്, മുഖത്ത് ചവിട്ടിയവരെ കണ്ടിട്ട് സഹാബാക്കൾ പറഞ്ഞു നബിയേ ലൗല അൻദഹും യാ റസൂലല്ലാഹ്, അവരെ ഒന്ന് ശപിക്കണേ നബിയേ. നബിയെ ചവിട്ടിയവരാണ് നിൽക്കുന്നത്, നബിയുടെ പല്ലടിച്ചു കൊഴിച്ച നിൽക്കുന്നത്, നബിയുടെ മുഖത്തടിച്ചവരാണ് നിൽക്കുന്നത്. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ കണ്ടിട്ട് സഹിക്കാൻ വയ്യ. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു ലൗല അൻദഹും യാ റസൂലല്ലാഹ്, അവരെ ഒന്ന് ശപിക്കുമോ നബിയേ. ഹബീബായ തങ്ങളെ ഇല്ലാ ബൈതൻ തഖൂല ഇല്ലാ ഖൈറാ അല്ലാഹുമ്മ ഹ്ദി ഹാദൽ ഖൗം ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാ, ഇവരറിവില്ലാത്തവരാണ് പടച്ച റബ്ബേ. അവരറിവില്ലാതെ എന്നെ അടിച്ചതാ, എന്നെ തെറി പറഞ്ഞതാ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. അങ്ങനെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇന്നമാ ബുഇസ്തു റഹ്മതൻ വലം ഉബഅസ് ലആനാ, ഒരാളെയും ശപിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടിട്ടില്ല. എല്ലാവരുടെയും റഹ്മത്ത്, കാരുണ്യ ദൂതനായിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചത്. എന്നിട്ടാ നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നുകൊണ്ട് ഗുണം പിടിക്കത്തില്ല, നീ വണ്ടി ടോറസ് കയറി മരിക്കൂടാ, നീ നിന്റെ പെണ്ണും പിള്ള മണ്ടേന്ന് വീണ് ചാവൂടാ, വെള്ളത്തിൽ മുങ്ങി മരിക്കൂടാ. ഇതൊക്കെ ഓരോരുത്തരോരോ ശാപം വാക്കുകളെ പ്രാവെന്ന്. ഓരോരുത്തർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത വന്നങ്ങോട്ട് പ്രാവലും ശപിക്കലും
എന്നിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലുള്ളാഹി തങ്ങളാണ് പറഞ്ഞത്, അവനെ പ്രാവല്ലേ, അവനെ ശപിക്കല്ലേ. എന്നിട്ട് ആ റസൂലുള്ളാഹിക്ക് വേണ്ടി ഇവൻ സലാത്തി കൊല്ലുന്നു. പേടലിക്കുറ്റിക്കൊക്കെ 2 എണ്ണം കൊടുക്കാൻ ആരും ഇല്ലാതെ പോയല്ലോ. നബി തങ്ങൾ പറഞ്ഞ വാക്കല്ലേ ഇത്, ഹദീസല്ല ഇത്, ഞാൻ വെറുതെ ആണ് പറയുന്നത്. വിട്ടുവീഴ്ച ചെയ്യണം, വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ച പറഞ്ഞാട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബിയുടെ വിട്ടുവീഴ്ചോട്ടെ. ഒരു ജൂതപ്പെണ്ണ് ജൂതന്മാർ ഇസ്രായേലിൽ കണ്ടില്ലേ കൊന്നെടുക്കുന്ന ആ ജൂതവംശത്തിൽപ്പെട്ട പെണ്ണ്. ആട്ടിറച്ചിയാണ് നബി തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ ആട്ടിറച്ചിക്കകത്ത് വിഷം കലർത്തിയിട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നു കൊടുത്തു. ബിശാത്തിൻ മസ്മൂമ. അങ്ങനെ കൊണ്ടുവന്നിട്ട് നബി തങ്ങൾ അത് കഴിക്കാൻ പോയപ്പോൾ ജിബ്രീൽ വന്ന് തട്ടിമാറ്റി. അതിൻ്റെ എഫക്റ്റ് ഉണ്ടല്ലോ, ആ വായിൽ വെച്ചതിൻ്റെ എഫക്റ്റ് മരണം വരെ നബി തങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ വിഷം അത് കഴിച്ചതിൻ്റെ എഫക്റ്റ് മരണം വരെ അതിൽ കാണാൻ അതിൽ ഉണ്ടായിരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞ തിന്നരുത്, അത് ജൂതപ്പെണ്ണങ്ങെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവളെ പിടിച്ചു, പെട്ടെന്ന് ആളിനെ വിട്ട് പിടിപ്പിച്ചു. നമ്മൾ പോവാന്ന് കൊടുത്തിട്ട് ഉമർ റളിയല്ലാഹു തആല വാളൂരി കൊണ്ടുവന്ന് പറഞ്ഞു, അഫലാ നഖ്തുലുഹാ, അവളെ ഞാൻ കൊന്നു കളയട്ടെ നബിയെ. നബിയെ കൊല്ലാൻ വേണ്ട. നബി താണെന്ന് ചോദിച്ചു, നീ എന്തിനാടി എന്നെ അങ്ങനെ ചെയ്തത്? നിങ്ങളെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണെന്ന്. അള്ളാഹ് നിന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്നെ കൊല്ലാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കതാ, അള്ളാഹ് നിന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്നെ കൊല്ലാൻ, നീ എന്തിനാ പിന്നെ എന്നെ കൊല്ലുന്നു? പെട്ടെന്ന് വാളൂരി ഉമർ റളിയല്ലാഹു അൻഹു, അഫലാ നഖ്തുലുഹാ, അവളെ ഞാൻ കൊന്നു കളയട്ടെ നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദഅഹാ യാ ഉമറൂ, ഉമറേ അവളെ വെറുതെ വിട്ടേക്ക് ഉമറേ. അല്ലാഹ്, നമ്മളെങ്ങാനുമായിരുന്നെങ്കിൽ അവളെ പൊടി പോലും ഈ ഭൂമിയുടെ മുകളിൽ വയ്ക്കൂലായിരുന്നു. നമ്മുടെ ഉസ്താദിനെയോ ഷേഖുനായോ എല്ലാം കൊല്ലാൻ വേണ്ടി എവളെങ്കിലും വന്നാൽ അവനെങ്ങനെ തിരിച്ച് കിട്ടിയാൽ ഇനി അവളെ കൊല്ലണ്ട വിട്ടേരടാന്ന് പറഞ്ഞാൽ പോലും വിടൂല. അവനെ കൊണ്ടുപോയി അവിടെ അവൻ്റെ മൊത്തം ഓരോ വാരിയലിൽ ഊരി എടുത്ത് സൂപ്പിട്ടിട്ടേ വിടുകയുള്ളൂ അവനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട വിട്ടേ. നബിയുടെ ശൈലി അങ്ങനെയാണ്. നബി വിട്ടുവീഴ്ച ചെയ്തു. അതുകൊണ്ടാണ് റഊഫ് റഹീം എന്ന പേര് കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി ധാരാളമുണ്ട്. വിട്ടുവീഴ്ചയേ ഉള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ മൊത്തം. നബി തങ്ങളുടെ മുന്നിൽ ഒരു കൊലയാളിയെ കൊണ്ടുവന്നു, ഒരു വലിയൊരു കുറ്റവാളിയെ കൊണ്ടുവന്നു. നബിയെ കണ്ടപ്പോൾ പേടിച്ചുപോയി അദ്ദേഹം. വലിയൊരു കുറ്റവാളിയെ വിധി കൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് നബിയുടെ മുന്നിലേക്ക്. പെട്ടെന്ന് നബിയെ കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി, പെട്ടെന്ന് ഞെട്ടിപ്പോയി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഞെട്ടൽ കണ്ടപ്പോൾ പറഞ്ഞു, ഹവ്വിൻ അലൈക്, കൂൾ ഡൗൺ. ഏയ് പേടിക്കണ്ട. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോളി. ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ മിൻ ഖുറൈശിൻ തഅകുലുൽ ഖദീദാ, ഞാൻ ആരെന്നറിയുമോ സഹോദരാ? ഖുറൈശി കുടുംബത്തിലെ ഉണക്കയിറച്ചി തിന്ന് ജീവിച്ച ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെ മോനാണ് ഞാൻ. എന്നെ കണ്ടിട്ട് നീ പേടിക്കണ്ട സഹോദരാ. നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിർത്താൻ ഉസ്താദ്, സമയമായി. എല്ലാവരും അങ്ങോട്ടൊക്കെ എഴുന്നേറ്റ് പോകുന്ന സമയമായോ? ബക്കറ്റ് വല്ലതും ഉണ്ടെങ്കിൽ എടുക്കും ഉസ്താദെ. പ്രസിഡന്റ് ഉണ്ടോ? ബക്കറ്റ് ഉണ്ടോ? സെക്രട്ടറി എല്ലാം ഉണ്ട്. ഇല്ലാത്ത ബിദ്അത്ത് ഉണ്ടാക്കണ്ട. ബക്കറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആൾക്കാർക്കല്ല. ഞാൻ പിന്നെ എല്ലാം കൂടെ ഇന്ന് മഹ്ലൂത്തായ വാളാണ്. കമ്മിറ്റിക്കാർക്കും കിട്ടി, മക്കൾക്കും കിട്ടി, മാതാപിതാക്കളും കിട്ടി, ഭാര്യയ്ക്കും കിട്ടി, ഭർത്താവിനും കിട്ടി. നബി തങ്ങളുടെ മധുഹ വലിയ ഉസ്താദെ, ഒരു സാമ്പാർ അവിയൽ വാള് എല്ലാം കൂടെ ചേർന്നേ ബക്കറ്റ് എടുത്തോടെ എല്ലാവരും ഒന്ന്. എന്തായാലും നമ്മുടെ മദ്രസ, നമുക്കിവിടെ ഉസ്താദിൻ്റെ കെയർ ഓഫിൽ ഇപ്പോൾ 14 കുട്ടികളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ നല്ലൊരു മദ്രസയും നല്ലൊരു ദർസും കാര്യങ്ങളൊക്കെ വേണം. എപ്പോഴും നമ്മുടെ കുട്ടികളിങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം, ഇൽമ പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ മക്കളെയൊക്കെ ആ വഴിയിൽ നമ്മൾ വിടണം. നമ്മുടെയൊക്കെ മക്കൾ ഖുർആൻ പഠിച്ചെങ്കിലേ നമുക്ക് ആഖിറത്തിലെ പൂക്കളായി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആകെ മൊത്തം ഇപ്പോൾ എൻ്റെ വാപ്പ എന്നെ ഓതാൻ വിട്ടത് കൊണ്ടാണ് അൽഹംദുലില്ലാ എൻ്റെ വാപ്പയും ഉമ്മയും ഒക്കെ സുഖമില്ലാതെ കിടന്നപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഖിദ്മത്ത് ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ്. പ്രസിഡൻറ്റിനെ കൊണ്ട് തുടങ്ങാം. മുസ്ലിം പറഞ്ഞു ഒരു പോക്കറ്റിൽ നിന്ന് പറഞ്ഞ എടുത്തിട്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു നിങ്ങളുടെ ഖിദ്മത്തിനെ സ്വീകരിക്കട്ടെ. മാഷാ അല്ലാഹ് 500 രൂപ അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ
നമ്മുടെ ഈ 3 വർഷം പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. എല്ലാവരെയും നല്ല രീതിയിൽ പിണക്കാതെ മഹല്ലുകാരുടെ പൂർണ്ണ തൃപ്തിയും സംതൃപ്തിയും കരസ്ഥമാക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അതാണ് നമ്മൾ ആരുടെയും പ്രീതിയൊന്നും വേണ്ട, അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടണം ഇൻഷാ അള്ളാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യണമെന്ന് തോന്നുന്നത് നമ്മളെ ഇൽമു പഠിപ്പിച്ചുകൊണ്ടാണ്. ഈ ഇൽമു ഉള്ളത് കൊണ്ടതാണ് വാപ്പായെ നോക്കാനും ഉമ്മായെ നോക്കാനും ഒക്കെ മനസ്സ് വരുന്നത്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മനസ്സ് വരുന്നത്. അവർ മരിക്കല്ലേ എന്നാ ദുആ ചെയ്യുന്നത്. ഞാൻ പറയാം, ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്തത് എനിക്ക് അള്ളാഹ് സാധിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അവർ കിടക്കയിൽ കിടക്കുമ്പോഴാണ് ഞാൻ ഈ വാതിലൊക്കെ വരുന്നത്. ആ കിടക്കയിൽ നിന്ന് വാതിലിൻ്റെ സദസ്യ ദുആ ചെയ്ത് സന്തോഷമായിട്ട് രാത്രി പോയാലും അവരെ കണ്ട് ചിരിച്ചിട്ടേ കിടന്നുറങ്ങുള്ളൂ. പിന്നെ ലാസ്റ്റ് ഘട്ടത്തിൽ അവർക്ക് പടച്ചവൻ അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്ത അവസ്ഥ എത്തിയപ്പോൾ ഞാൻ ദുആ ചെയ്ത് അള്ളാഹു നീ ഈമാനോട് മരിപ്പിക്കും. കറക്റ്റായിട്ട് അള്ളാഹ് മരിപ്പിച്ചു. ഈമാനോടുകൂടി തന്നെ ചിരിച്ച് അടുത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. വളരെ റാഹത്തായിട്ട് അള്ളാഹു മൗഫുല്ലഹും റഹ്മത്തുള്ള പുറത്തു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് അവർ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ വന്നിരുന്ന് നിങ്ങൾക്കൊരു ഇൽമു പറഞ്ഞാലുള്ള ഭാഗ്യം കിട്ടിയത്, നമുക്കൊരു ഇമാമത്തിക്കാൻ ഭാഗ്യം കിട്ടിയത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചാൽ ഇന്നും ഒരു സദസ്സിലും ഒരു ദുആ ചെയ്യുമ്പോഴും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ പൊറുക്കണേ പടച്ചവന് റഹ്മത്ത് ചെയ്യണമെന്ന് ചെയ്യാത്ത ഒരു ദിവസം പോലും ഇല്ല. അപ്പം നമ്മുടെ മക്കളെ നമ്മൾ ഇൽമു പഠിപ്പിക്കുമ്പം ആ ദുആ നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മഹല്ലിലെ ദർസ് ഇപ്പോൾ ഉസ്താദ് 14 കുട്ടികളെ കൊണ്ട് തുടങ്ങി, നമുക്കൊരു 10-25 കുട്ടികളെ വരാം ഇല്ലയോ? ഏറ്റെടുക്കാൻ പറ്റുമോ? ക്യാൻറ്റീനുണ്ട് ഇവിടെ, ക്യാൻറ്റീൻ സംവിധാനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ മദ്രസയുടെ നടത്തിപ്പിന് വേണ്ടി വേണ്ടവണ്ണം എല്ലാവരും സഹായിക്കണം ഇല്ലയോ? സഹായിക്കണം. അവർ സഹായിച്ചോളൂല്ലോ, അല്ല പിരിക്കൊന്നുമില്ലല്ലോ. എല്ലാവരും വലിയ കാര്യമായ നിലയിൽ അതിൻ്റെ സാമ്പത്തികം അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, പിന്നെ ഉസ്താദന്മാരുടെ ശമ്പളവും കാര്യങ്ങളും, വേറെ വരുമാനമുണ്ടോ ഈ പള്ളിക്ക്? കെട്ടിടങ്ങൾ ബിൽഡിങ് അങ്ങനെ ഒന്നുമില്ല. AC ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ AC ഇടാതെ 15 ഫാൻ ഇട്ടിട്ട് പിശുക്ക് കാണിക്കേണ്ട കാര്യമില്ല. അതിനോട് എനിക്ക് യോജിപ്പില്ല. 15 ഫാൻ കിടന്ന് ഓടുന്ന അത്രയും പൈസ ആവൂല AC ഇട്ടാൽ. ഇതാരും ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തത് നമുക്കറിയില്ല. AC എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാങ്ക് വിളിക്കുമ്പോൾ അത് ഓണാക്കി ഇട്ടാൽ മതി, നല്ല തണുപ്പ് കിട്ടും. 24 ഇട്ടാൽ മതിയല്ലോ. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഓഫാക്കിയാൽ, ഫർള് കഴിഞ്ഞ് ഓഫാക്കിയാൽ ആ സുന്നത്തിൽ ആ ചെറിയ ഫാൻ ഇടുമ്പോൾ പിന്നെ ഇത് ബർക്കത്തിട്ടു. ഇത് AC ഓഫാക്കി ഇട്ടിട്ട് ഫാൻ 15 എണ്ണമാണ് കറങ്ങുന്നത് അകത്ത് 4 സഫിന് വേണ്ടിയിട്ട്. എത്ര കറണ്ടാവും? KCB കാരോടൊന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ട് നമ്മുടെ കാക്ക ഇവിടെ ഉണ്ടാകുന്നില്ല KCB എടുത്ത് എങ്ങനെയൊക്കെയാണ് കറണ്ട് ചിലവാകുന്നത് നാട്ടിലിരിക്കില്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്ന് KCBയിൽ ജോലി ചെയ്ത ആളാണ്. 15 ഫാൻ കിടന്ന് 5 കറങ്ങല്ലേ ഉസ്താദെ? അപ്പോൾ അത്രയും പോലും ചിലവാവില്ല ഇപ്പോഴത്തെ 5 സ്റ്റാർ ACക്ക്. ബാങ്ക് വിളി നമ്മൾ അതിനു വേണ്ടിയല്ലേ ആളുകൾ വഖഫ് ചെയ്തത്, റാഹത്തായിട്ട് നിസ്കരിക്കാനല്ലേ. ഈ ചൂടത്ത് വന്നിട്ട് എന്തിനാ ഈ ഫാനിൻ്റെ പുറകെ നിസ്കരിക്കുന്നത്? അതവിടെ കിടക്കട്ടെ. ബാങ്ക് വിളിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പറ, ബാങ്ക് വിളിക്കുമ്പോൾ ഓണാക്കി ഇടാൻ പറ. ഞങ്ങളുടെ പള്ളിയിൽ 40,000-60,000 ബില്ല്. ഇപ്പോൾ സോളാർ വെച്ച്, നിങ്ങൾ സോളാർ വെക്കി, സോളാറും കൂടെ വെക്കി. നിങ്ങൾ പുതിയ കമ്മിറ്റി പരിഷ്കാരം തുടങ്ങുക, പുതിയ ഓരോ സിസ്റ്റങ്ങൾ. പുലൂസൊക്കെ വരും. അടുത്ത ആളിനെ വിളിച്ച് പ്രസംഗിപ്പീര്, അടുത്ത പുലൂസൊക്കെ ഉണ്ടാക്കി തരാം. അടുത്ത സോളാർ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണെന്ന് പറഞ്ഞൊരു പുതിയൊരു ടൈറ്റിലൊരു പ്രസംഗം വെക്കും. ഞാൻ ഇന്നലെ ഒരു പള്ളിക്ക് വേണ്ടി സോളാറിനെ പിരിച്ചു കൊടുത്ത് 18 ലക്ഷം രൂപ വേണം. 10 ലക്ഷം രൂപ പിരിച്ചു കൊടുത്ത് 8 ലക്ഷം നിങ്ങൾ പോയി പിരിച്ചോളാൻ പറഞ്ഞു. പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സോളാർ ഞങ്ങളുടെ പള്ളിക്ക് നമ്മൾ ഓഫർ ചെയ്യിപ്പിച്ചു കൊടുത്ത മുക്കത്തർ ജുവല്ലറിക്കാർ 34 ലക്ഷം രൂപ. പള്ളി അത് പ്രായത്തായി 60,000 രൂപ ഒരു മാസം ബില്ല് വരും. ഇപ്പോൾ 7,000 രൂപ വന്നുകൊണ്ടിരിക്കുന്നത്. AC ഫുള്ള് 5 വക്കത്തും ഫുള്ളിടും. 5 വക്കത്തും സെൻട്രൽ AC ആണ്. റാഹത്തോടെ നിസ്കരിക്കട്ടെന്ന ആളുകൾ ഈ AC വെച്ചിട്ട് നമ്മൾ ചുമ്മാ വരെ സുബൈക്ക് മാത്രം ഫാനിട്. 15 ഫാൻ. ഞാൻ ഇങ്ങനെ എണ്ണി നോക്കി, എത്ര 15 ഫാനില്ലേ? 15 ഫാൻ 5-ൽ കിടന്ന് കറങ്ങാണ്. എത്ര കറണ്ട് ചിലവാകും ഇല്ലേ കാക്ക? അത്ര ഇല്ലേ? നല്ല കറണ്ട് ആവൂലേ? AC ഒരു 4 എണ്ണം ഒരു 15-20 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടും. പിന്നെ ഒരു 2 ഫാൻ ഇട്ടാൽ മതി ചെറുതായിട്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മുടെ നാട്ടുകാർക്കും ഇവിടെ എന്നെ വിളിച്ചവർക്കും ജമാഅത്ത് ഭാരവാഹികൾക്കും ഉസ്താദ് കമ്മിറ്റി നമ്മുടെ സുഹൃത്തുക്കൾ ആലിമീങ്ങൾ മുതഅല്ലിമീങ്ങൾ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇത്രയും സമയം ക്ഷമിച്ചിരുന്ന നിങ്ങൾക്ക് 9:30, 10:30, 11:30 2 മണിക്കൂർ എന്നെ വിളിച്ചവർ പറഞ്ഞു 8:40 അങ്ങോട്ട് പോവില്ല ഉസ്താദെ, 10:10 നിർത്താമെന്ന്. ആ പറഞ്ഞ ആളിനെ കാണാനേ ഇല്ല, അയാളെ ഫോൺ പോലും ഇല്ല. വിളിച്ചപ്പോൾ ഇന്ന റക്കമല്ലതി തലബ്തഹു ഗൈറു മൗജൂദ്, ഇന്ന റക്കമല്ലതി തലബ്തഹു ഗൈറു മൗജൂദ്. അവിടെ ഇരിപ്പുണ്ട് 8:40. അല്ലാഹ് എന്തായാലും കൊള്ളാം, അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.